ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീൻ മസാല, അതായത് ചൂര 1/2 കിലോ ഞാൻ എടുത്തിട്ടുണ്ട്. അത് മസാല ഉണ്ടാക്കണം. പിന്നെ നമ്മുടെ ഇന്നത്തെ വീട്ടിലെ വിഭവങ്ങളാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിന് തോരൻ വയ്ക്കാൻ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അവിയലിന് കപ്പ എടുത്തിട്ടുണ്ട്, അഥവാ മരിച്ചിനി എടുത്തിട്ടുണ്ട്. അത് നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് നീളത്തിന് അവിയൽ വയ്ക്കാൻ നീളത്തിനാണ് അരിയാനുള്ളത്. ഇനി ഏതായാലും ഞാൻ ഒരടുപ്പത്തൊരു കലം വെച്ച് വെള്ളം വെച്ച് കൊടുക്കാം. അടുപ്പ് കത്തിച്ചു കൊടുക്കാം. നമുക്കതിലേക്ക് ചോറിന് വെള്ളം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കപ്പ കൂടെ കഴുകി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് കപ്പ വെച്ച് കൊടുക്കാം. അഥവാ മരിച്ചിനി, ഇവിടെ മരിച്ചിനി എന്നാണ് പറയണത്. നമുക്ക് ഇതിലേക്ക് ഒരു നാഴി അരി ഇട്ട് കൊടുക്കാം. ഇതിനി കഴുകി അടുപ്പത്തിട്ടിട്ടുണ്ട്. മരിച്ചിനി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കാപ്പി കുടിക്കാം. ഇന്നിവിടെ ഞാൻ ഉണ്ടാക്കിയത് ഇഡലിയാണ്, ഇഡലിയും സാമ്പാറും. സാമ്പാറും ഇഡലിയാണ് ഇന്നിവിടെ കാപ്പിക്ക് ഉണ്ടാക്കിയത്. ഞാൻ കഴിക്കുക. അരി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മരിച്ചിനിയും തിളച്ചിട്ടുണ്ട്, അത് ഊറ്റാം. ഇത് ഊറ്റി കളഞ്ഞിട്ട് ഇനി ഒരു വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഒരു വെള്ളം ഊറ്റി കളഞ്ഞ് അടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടെ നന്നായിട്ട് തിളച്ച് വേണം. ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. വയ്ക്കാം. നന്നായിട്ട് അടച്ചു വെച്ച് ഒന്നുകൂടെ തിളപ്പിച്ച് വേവിക്കാം. ആദ്യം തന്നെ നമ്മുടെ മീൻ പുരട്ടാനായിട്ട് അരമുറി തേങ്ങ ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പാലെടുക്കാം. നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരപ്പ് റെഡിയാക്കാം. അതിനുള്ള ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ജീരകം, ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അരപ്പിനി റെഡിയാക്കി എടുക്കാം. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ കപ്പ ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്കിത് ഊറ്റിയെടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ഇത് നന്നായിട്ട് ഒന്ന് കുടഞ്ഞ് വെച്ച് ഒന്ന് നന്നായിട്ട് അരപ്പ് വേവിച്ച് നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഊറ്റിയെടുക്കാം. നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡിയാക്കാം. അതിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊരു മീഡിയം സവാളയും 4 പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് 3 ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചെറിയ തീ വെച്ചിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് ആവിയിൽ നന്നായിട്ട് വേവിക്കും. മരിച്ചിനിയുടെ അരപ്പെല്ലാം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അവിയൽ വയ്ക്കുമ്പോൾ മരിച്ചിനിക്ക് വെളിച്ചെണ്ണ ആവശ്യമാണ്. പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും കപ്പ. ഇവിടെ മരിച്ചിനി എന്നാണ് പറയണത്. നല്ല ഇങ്ങനെ ഒന്നിലൊന്ന് തൊടാതെ ഇരിക്കണം. അവിയൽ ഇങ്ങനെയാണ് വയ്ക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ ഇളക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്നിലൊന്ന് തൊടാതെ ഇങ്ങനെ ഇരിക്കും അവിയൽ. ഇനി നമുക്ക് തോരൻ നോക്കാം. തോരത്തിൻ്റെ അരപ്പ് നോക്കാം. തോരൻ നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീട്രൂട്ടിന് ജീരകം ചേരണതല്ല. തോരൻ വയ്ക്കുമ്പം നമ്മൾ ജീരകം ചേർത്താൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ ചീരത്തോരൻ വയ്ക്കുമ്പോഴും നമ്മൾ അതിന് ജീരകം ഇതേ രൂപത്തിൽ തന്നെ വയ്ക്കാം. അതിന് ജീരകം ചേരില്ല. അപ്പം നമുക്ക് ഇതേപോലെ തന്നെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിന് വേറെ ഒന്നും ചേർക്കേണ്ട. ഇത്രയും തന്നെയാണ് ഇതിൻ്റെ കൂട്ട്. ഏകദേശം ആയിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിക്കാം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫാക്കാം. നമ്മുടെ ചൂര പുരട്ടലിൻ്റെ
ആവശ്യമുള്ള സാധനമാണ്. ചെറിയ ഉള്ളി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്, അതായത് ഒരു 150 ഗ്രാം ആവശ്യത്തിൽ എടുത്തിട്ടുണ്ട്. ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ഉള്ളി നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കാം, ഇഞ്ചി ചതച്ചെടുക്കാം, വെളുത്തുള്ളി അരിഞ്ഞെടുക്കണം, പച്ചമുളകും അരിഞ്ഞെടുക്കണം. നമുക്കത് തയ്യാറാക്കാം. ചൂര പെരട്ടൽ നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: 1/2 കിലോ ചൂര മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി. വെളുത്തുള്ളി ഞാൻ നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട്, ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, അധികം പേസ്റ്റ് ആക്കിയിട്ടില്ല. 150 ഗ്രാം ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്, അത് നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് ഈ മീൻ പെരട്ടിന് സവാള ഒരിക്കലും ചേർക്കരുത്, മധുരിക്കും. പിന്നെ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്ന മസാലകൾ എന്തൊക്കെയാണ് ഇത് ഇട്ടതിന് ശേഷം നോക്കാം. അടുപ്പ് കത്തിച്ച് ചട്ടി അടുപ്പത്ത് വെക്കാം. ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. നമുക്കതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കണം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട ഞാൻ എടുത്ത് ചെറുതാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഒരു ടൊമാറ്റോ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം വഴറ്റി നന്നായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, 2 ടേബിൾ സ്പൂണാണ്. ഇതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, 1 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല ടേബിൾ സ്പൂണാണ്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ലേശം പൊടി, അതായത് പൊടിക്ക് ഇട്ടാൽ മതി. ഇത് തേങ്ങാപ്പാലാണ്, ഇത് 1-ാം പാലാണ്, ഇത് 2-ാം പാൽ. 2-ാം പാൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കാം. വെള്ളം വാർത്തെടുത്തിട്ടുണ്ട്, ഇനി ഇതൊന്ന് വെള്ളം തോർത്തി എടുക്കാം. മസാല എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. നന്നായിട്ട് അടച്ചു വെച്ച് ചെറിയ തീയിട്ട് വേവിക്കാം. നമ്മുടെ ചോറിൻ്റെ വെള്ളം തോന്നിട്ടുണ്ട്, നമുക്ക് സ്റ്റൗ ഓഫ്. മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യത്തെ പാല്, കട്ടി പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മളിന്ന് കുറച്ച് ചെറിയ മീൻ പൊരിക്കാനായിട്ട് വരുത്തിയിട്ടുണ്ട്, അതും കൂടെ നമുക്ക് വറുത്തെടുക്കാം. നമുക്ക് വറുക്കാനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം. ഇത് ചെറിയ പാരയും കൊത്തോലിയാണ്. അപ്പോൾ നമ്മുടെ മീൻ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. നമുക്കൊരു പ്ലേറ്റിലോട്ട്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചൂര പുരട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ഭക്ഷണം ഇതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചൂര പുരട്ട് സൂപ്പർ.